ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നോമ്പിന് പത്തിരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ കുക്കറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുക്കറിലോട്ട് കുറച്ച് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് ഇനി സവാള അരിഞ്ഞ് വയ്ക്കാൻ ആവശ്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തക്കാളി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തക്കാളി ഇതിലോട്ട് ഇടാം കേട്ടോ. എന്നതിന് ശേഷം ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതും അതിലോട്ടിട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ടേ. എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെയുണ്ട്? പെരുന്നാളിനോട് അടുക്കും തോറുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലേ. ഞാനിതിലോട്ട് 1 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 വലിയ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിലോട്ട് 3 സവാള വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ടിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ രമ്പേൻ്റെ ഇല ഇതിലോട്ട് 1 ഇല കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുത്തിയാൽ മതി. കാരണം ഇത് ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ എന്നതിന് ശേഷം വായുവായിട്ടുള്ള ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാനത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല കുറുന്നനുള്ള കറി ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണേ. ഒന്നെല്ലാം ചിക്കനൊന്ന് അമർന്ന് കിടന്നിട്ടേ ഒന്നതിൽ കിടന്നിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിള വരുന്നുണ്ട് കണ്ടോ. ഈ രമ്പേൻ്റെ ഇല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യും. ഞാൻ ഇതിലോട്ടൊരു ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഉടയാതെ ഇളക്കണേ. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മാത്രം. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ചിക്കൻ മസാല നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഒരു തക്കോലം, 2 കറാമ്പൂവ് അതും കൂടെ ചേർത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഈ സമയം ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരകി സാധാ പച്ച തേങ്ങ ചിരവിയിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പേസ്റ്റായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി മാറ്റാം. എത്രത്തോളം കട്ടി നിങ്ങൾക്ക് വേണോ അത്രത്തോളം കട്ടി കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം, പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം ചേർത്തിട്ട് ഈ സമയം മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. എന്തെങ്കിലും മുളക് പൊടിയോ എരിവോ കുറവുണ്ടെങ്കിൽ നോക്കുക. അതേപോലെ തന്നെ
ഇത്തിരി കറിവേപ്പില ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക, വറുത്ത് ഇടണില്ല ഇതിലോട്ട്. അതായത് നമ്മൾ ഉള്ളി അങ്ങനെയൊക്കെ ചേർക്കില്ലേ, അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത്. അത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മളെ നാടൻ കോഴി അങ്ങനത്തെ